ഹലോ എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഓഫീസ് ടൂർ കാണിച്ചു തരാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇതൊരു ഇവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ് കേട്ടോ. ഇതൊരു കസിനോ ആണ്, ഇൻ്റർനാഷണൽ കസിനോ ആണിത്. അതായത് നമുക്ക് ലൈവായിട്ട് ഇവിടെ വന്ന് കളിക്കാൻ പറ്റില്ല, പക്ഷേ പ്ലെയേഴ്സിനൊന്നും കളിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു സ്ക്രീനിൽ നമ്മൾ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഗെയിമിംഗ് ഫ്ലോറിൽ ഒരിക്കലും നമുക്ക് ഫോണോ വാച്ചോ ഫുഡോ ഡ്രിങ്ക്സോ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഫ്ലോറാണ്. ഈ സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് ഫോൺ യൂസ് ചെയ്യാം. നമുക്ക് ബ്രേക്ക് ഉണ്ടാവും, ഒരു 2 അവർ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു 1.5 കഴിയുമ്പോഴോ നമുക്ക് എപ്പോഴും ഒരു ബ്രേക്ക് ഉണ്ടാവും, ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ബ്രേക്കിലാണ് നമ്മൾ ഈ ഫോണൊക്കെ എടുക്കുക. അപ്പോൾ ഇന്ന് എൻ്റെ ഷിഫ്റ്റ് ഞാൻ കുറച്ചൊരു 1 ഇയറോളം ഞാനൊരു നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഞാനത് മോർണിംഗ് ആണ് ബെറ്റർ എന്നുള്ള രീതിയിൽ മോർണിംഗ് ആക്കി. അപ്പോൾ എൻ്റെ 9 to 3 ആണ് എൻ്റെ ഷിഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ കയറി വന്നാൽ തന്നെ ഇത് ഞാൻ ഇപ്പോൾ ഈ കാണുന്നത് ഞങ്ങളുടെ ഡ്രസ്സിങ് റൂമാണ്. ഞങ്ങളുടെ മേക്കപ്പ്, ഡ്രസ്സിങ്, ലോക്കർ, ഇത് ഗേൾസിൻ്റെ സെക്ഷനാണ് കേട്ടത്. ഇത്രയും നല്ല വൈഡായിട്ടുള്ളൊരു സെക്ഷനാണ്. കുറേ ഐറ്റംസ് കാര്യങ്ങളും നമുക്ക് അവർ തന്നിട്ടുമുണ്ട് മേക്കപ്പിൻ്റെ. അതല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും കൊണ്ടുവന്ന് നമുക്കിവിടെ ചെയ്യാം. നമ്മുടെ സാധനങ്ങൾ നമുക്കിവിടെ വെക്കാം, നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം, നമ്മുടെ ഷൂ അതൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു വൈഡായിട്ടുള്ള ഒരു വലിയൊരു സ്പേസ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് യൂണിഫോമൊക്കെ ഉണ്ട്, അവിടെയാണ് ഞാൻ വെക്കുക. പിന്നെ ഞാൻ എൻ്റെ ഷൂ എടുത്തിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ബോയ്സിൻ്റെ ഡ്രസ്സിങ് റൂമാണ്. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് അലൗഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടുന്ന് നേരെ ക്യാൻറ്റീനിലോട്ട് പോയി. ഇതാണ് മെയിൻ സെക്ഷൻ കേട്ടോ. നമുക്ക് റിലാക്സ് ചെയ്യാനും നമുക്കൊന്ന് നമ്മുടെ ബ്രേക്ക് ടൈമിലൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു സെക്ഷനാണ്. ഇവിടെ നമുക്ക് മസാജ് ചെയർ ഉണ്ട്, പിന്നെ നമുക്ക് പ്ലേയിങ് സ്റ്റേഷൻ ഉണ്ട്, പിന്നെ നമുക്ക് ഫുഡ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുക്ക് ചെയ്യാനല്ല, നമുക്ക് അത് ഓവണിൽ വെച്ച് ചൂടാക്കാം, ഗ്രില്ല് ചെയ്യാം. ഗ്രിൽ മീൻസ് ഒന്ന് ജസ്റ്റ് ചൂടാക്കാനുള്ളൊരു സിസ്റ്റമേ ഉള്ളൂ, അല്ല നമുക്ക് അവിടെ കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ നമ്മുടെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ടു ഈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വന്നിട്ട് ഒന്ന് ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ബ്രെഡ് ആണെങ്കിൽ ടോസ്റ്റ് ചെയ്തിട്ടോ കഴിക്കാം. ഇതാണ് സ്ക്രീൻ കേട്ടോ. ഈ സ്ക്രീനിലാണ് നമ്മുടെ ഓരോരുത്തരെയും ഏത് ഫ്ലോറിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഏരിയ. അപ്പോൾ ഇതാണ് സെക്ഷൻ. ഇതിപ്പോൾ ഇങ്ങനെ ഓരോ ഇവൻറ്റുകളൊക്കെ നടന്നതിൻ്റെ ഇതാണ് കാണിക്കുന്നത്. പിന്നെ അവിടേക്ക് പോകുമ്പോൾ HR സെക്ഷൻ, പിന്നെ ടെക്നിക്കൽ സെക്ഷൻ, ഇത് നമ്മളുടെ ഗേൾസിൻ്റെ വാഷ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് ഇത് ഇത്രയും പാർട്ടായിട്ട് വാഷ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീണ്ടും ഞാൻ കിച്ചണിൽ വന്നു. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെയാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് മാത്രമാണ് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഒരു കോഫി കുടിക്കുമ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ടുള്ള ശീലമാട്ടോ കോഫി കുടിക്കുന്നത്. അത് ഞാൻ ഇവരുടെ മെഷീൻ കോഫി കുടിക്കില്ല, ഞാൻ തന്നെ കോഫി പൗഡർ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പാലും എടുത്തിട്ട് ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റിൽ നല്ലൊരു കോഫി കിട്ടും. അപ്പോൾ ഞാൻ കോഫിയും പിന്നെ ഞാൻ ഈ കഴിക്കുന്ന സിനമൺ ബ്രെഡാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ സിനമണിൻ്റെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ബ്രെഡായിരുന്നു, അതും കൂടി ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഫോൺ നമ്മുടെ ഗെയിമിംഗ് ഫ്ലോറിൽ ഫോണോ വാച്ചോ അതൊന്നും അലൗഡല്ല. കൈമയൊന്നും നമുക്കൊന്നും ഇടാൻ പറ്റില്ല. കഴുത്തിൽ ചെറിയൊരു മാല ഇടാം, മോതിരം ഒരെണ്ണം ഇടാൻ പറ്റുള്ളൂ, അത് കല്ലിൻ്റെ മോതിരമൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ കുറച്ചൊരു റൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഉള്ളിലോട്ട് കാണിക്കാൻ പറ്റാത്തത്. നിങ്ങൾ ജസ്റ്റ് ഇവല്യൂഷൻ ഇൻ്റർനാഷണൽ കസിനോ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഒരുപാട് വീഡിയോസ് വരും. ഒരിക്കലും പ്ലെയേഴ്സ് ഇവിടെ വന്നിട്ട് നേരിട്ട് വന്നിട്ട് ഗോവ സെറ്റപ്പൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ പ്ലെയേഴ്സൊന്നും നേരിട്ട് വന്നിട്ട് ഇവിടെ കളിക്കില്ല. നമുക്ക് സ്ക്രീൻ ഉണ്ടാവും, സ്ക്രീനിൽ നമ്മൾ ലൈവായിട്ട് ആ സ്ക്രീനിൽ നോക്കിയിട്ടാണ് ഗെയിം നമ്മൾ പ്ലെയേഴ്സ് കളിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ കാർഡ്സ് ഡീൽ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ എനിക്ക് അത്രേ പറഞ്ഞു തരാൻ അറിയുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യോ യൂട്യൂബിലൊന്നും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കോഫിയും മണ്ണും കൂടിയായിരുന്നു കഴിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ബ്രേക്കാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കൂറോ അല്ലെങ്കിൽ ഹാഫ് ആൻഡ് ഇവറോ 1.5 ഇവറോ കഴിയുമ്പോൾ അവർ ബ്രേക്ക് നമുക്ക് അരമണിക്കൂർ വെച്ച് ബ്രേക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എൻ്റെ നല്ല ഭംഗിയുള്ള കോഫി. പിന്നെ ഞാൻ പുറത്തോട്ടുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പുറത്തോട്ടുള്ള വ്യൂ. മഞ്ഞൊക്കെ നന്നായി ഉരുകി നല്ല വെള്ളമൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സൈഡിൽ ഞങ്ങളുടെ ബാൽക്കണിയാണ് കേട്ടോ. അവിടേക്ക് പിന്നെ ഹീറ്ററൊന്നും ഇല്ലാത്ത കാരണം തണവ് കുറഞ്ഞാലേ അവിടെ പോയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരു ചെയറും ഇങ്ങനെ ഊഞ്ഞാൽ പോലത്തെ ചെയറില്ല, അതൊക്കെ ഉണ്ട് അവിടെ. നല്ലൊരു സെറ്റപ്പാണ്. അവിടെ ഇരുന്ന് നമുക്ക് കോഫിയൊക്കെ കുടിക്കാം. ഇവരിങ്ങനെ സിഗരറ്റൊക്കെ വലിക്കുന്നവർ അവിടെ പുറത്ത് പോയിരുന്നിട്ടാണ് വലിക്കാറ്. ഉള്ളിൽ നമുക്ക് സ്മോക്കിങ്ങിൻ്റെ അലൗഡല്ല. അങ്ങനെ അവിടുത്തെ നല്ല വ്യൂ ഒക്കെ കണ്ടു. ഇത് ഏകദേശം ഒരു 10 മണി 10:30 ടൈമാണ് കേട്ടോ ഈ കാണുന്ന വ്യൂ. എന്നിട്ട് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഞാൻ വീട്ടിലോട്ട് പോവാണ്. എൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.